ഒരൊറ്റ ജോക്കറില്ല, ഒരു ജോക്കർ വാ, ഒരു ജോക്കർ വാ. വന്നില്ല. എന്താണ് ഇത് പ്രശ്നം? എന്റെ ജോക്കറില്ല. എന്റെ അടുത്തൊരു ജോക്കറൊക്കെ ഉണ്ട്. എനിക്ക് ഒൻകാരാ. വെച്ചോ വെച്ചോ വെച്ചോ. ഞാൻ പോണു. നീ ഞായറാഴ്ച അവിടെ പോണ്? അല്ല, ഞായറാഴ്ച ആണല്ലോ ഇപ്പൊ എക്സ്ട്രാ ക്ലാസ്. എന്നാ പോയിക്കോ. ഓടി. ഞാൻ കളിച്ചാൽ തോറ്റു. മിഡിൽ സ്കൂട്ട് ചെയ്തു. നന്നായി. അതെന്നാ ഇത് കണ്ട് ഒൻകാട് ടച്ചിനാണ്. എന്താണ് കൈ? നോട്ടെ, എന്റെ സീറ്റ് നോട്ടെ. ഞാൻ എന്റെ സീറ്റ് പിടിച്ചിട്ടുണ്ടോ നോക്കാനാണ്. ചേട്ടാ അടിച്ച കൈയാണല്ലോ. അതെയോ? എന്നാലേ എനിക്ക് ക്ലബ്സ് സ്പീഡ് ഇങ്ങനെ എപ്പോഴും മാറിപ്പോ. അതുകൊണ്ടാ ഞാൻ പോട്ടെ. എവിടെ? കടയിലേക്ക്. ഞായറാഴ്ച കടയിലാണ്. ഞായറാഴ്ച പിന്നെ കടയില്ല. സ്റ്റോക്ക് വരും. അതിന്റെ കണക്കെടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് രണ്ടാ കൂടി പോവാ. നീ ഇത് പിടി. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ വരാം. ആരെല്ലാം രാജേരാ, എന്താ ചേച്ചി? എന്റെ ചിന്നുനെ കണ്ടോ? ഇല്ല. എന്ത് പറ്റി? ഊണ് കഴിപ്പിച്ച് ഉറക്കാൻ കിടത്തിയതാ. ഇപ്പൊ കുട്ടിയെ കാണുന്നില്ല. അവള് വല്ലയിടത്തും കളിക്കാൻ പോയി കാണും. ഇല്ല, അവിടൊക്കെ ഞാൻ അന്വേഷിച്ചു, ഒരിടത്തും കാണുന്നില്ല. ഞാൻ രേവതിയോട് ചോദിക്കാം. രേവതിക്കുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രേവതി കുഞ്ഞേ, ഞാൻ ആ മണിക്കുട്ടിയുടെ വീട്ടിലുണ്ടോന്ന് നോക്കട്ടെ. രേവതിക്കുട്ടി ഞാൻ കണ്ടു. ഒളിക്കാൻ ശ്രമിക്കണ്ട. ഇവിടെ വാ. നീ ഇതെവിടായിരുന്നു? കയ്യിലെന്താണ്? കൈ കാണിക്ക്. തുറക്കാൻ. കൺമഷി. മറ്റേ കൈ കാണിക്ക്. തുറക്കടി. എന്താ ഇത്? ചിന്നുനെ ഒരുക്കായിരുന്നു. എന്നിട്ട് ചിന്നു എവിടെ? എവിടെയെന്ന്? വല്ല ഗുണമുണ്ടോ ഈ കൈനോട്ടത്തിൽ ആ ശീല വീണത്? തകർത്ത് പിടിച്ച പ്രേമല്ലായിരുന്നു. ഞാൻ ഊരാൻ ശ്രമിച്ചെങ്കിലും അവള് സ്ട്രോങ് ആയിട്ട് പിടിച്ച് പിടിയായിരുന്നു. എന്നിട്ടിപ്പോ അവൾ എവിടെ? അസ്ഥി തൂങ്ങി വീട്ടിൽ തന്നെ ഉണ്ട്. പതുക്കെ ഞാനിവിടെ കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിക്കുക. തള്ളേ, ഇവൻ ഡീസന്റാ? മണ്ണുണ്ണി ഡീസന്റാ? ഞാൻ ഡീസന്റ്. ബ്രിഗേഡിയറുടെ മോള് ഓർമ്മയുണ്ടോടാ? അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിലേ ബ്രിഗേഡിയറുടെ കയ്യിൽ നിന്ന് ചാകാൻ. അതുപോലെ അബദ്ധം എല്ലാവർക്കും പറ്റൂല. അത് ശരി, ഒരബദ്ധം ആർക്കും പറ്റാം. അപ്പൊ ശോശാമ്മയുടെ കാര്യോ? അത് മറ്റൊരു അബദ്ധമല്ലേ? ഇവന്റെ ഡീസൻസിന്റെ ലിസ്റ്റ് എടുത്താ ഇന്നൊന്നും തീരില്ല. അയ്യോ, മണി 7 അല്ലയാ, നമുക്ക് പുറത്തു പോയി ഒന്നുകൂടെ സംഘടിപ്പിക്കാം. വേണ്ട. ഇപ്പൊ തന്നെ അപ്പുറത്തൊരു ഡീസന്റ് മേനെ കൊണ്ട്. അയ്യോ, നിന്നെ പോലെ അല്ല, തള്ളേ പോലെ. അത് കറക്റ്റ്. അയാളെ കൊണ്ട് നാട്ടുകാർ പൊറുതി മുട്ടിയിരിക്ക. നീയൊക്കെ കൂടെ ചേർന്ന് ദേവി ചെയ്ത് എന്നെ നാട്ടുകാരെ കൊണ്ട് കേറി മേയ്ക്കല്ലേ. എന്നാ പിന്നെ ഇവര് രണ്ട് വാങ്ങിച്ചു കൊടുത്തതിന്റെ ബാക്കി കാര്യം. മറ്റേ തന്നാരം പാടുന്നില്ല. വേണ്ട, നമുക്ക് മറ്റേ അടിക്കാം. ഏത് തന്നാരും? ഇവിടെ പാടാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ വെള്ളം പാടിച്ചിട്ട് ഇപ്പോഴും പാടും. പക്ഷെ ഇന്ന് പാടുന്നില്ല. എന്റെ പൊന്നുകളെ പാടല്ലേ. എവിടാ ശംസു? ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിരിക്കാം. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. നിനക്ക് കാണിച്ചു കളിക്കാനറിയാം? നിനക്ക് എത്ര വയസ്സായി? ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ഞാൻ 8ാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഈ കളി. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ. ആയിക്കോട്ടെ. സൈനബയ്ക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്കിഷ്ടാ, പക്ഷെ ഉമ്മയും ബാപ്പി അറിയുമ്പോഴാ പോകില്ലേ. എന്തു പോകില്ലേ? നിന്റെ വാപ്പയ്ക്ക് 5 പെറ്റ് ഫോറിൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്താൽ സംഗതി ക്ലീൻ. പെണ്ണിനെ അപ്പ പിടിച്ച് കൈ തരും. അയ്യോദേ ബാപ്പ, നിന്റെ മുതലാളി വരുന്നിട്ടൊന്നും നീ ഭരിക്കണ്ട. അവനെ കളി പഠിപ്പിച്ചേ ഞാനാണ് കേട്ടോ. അതാ ശംസു വന്നു. നിന്നെ കളി പഠിപ്പിക്കുന്ന നേരം കൊണ്ട് അവനായിട്ട് 4 കൈ ജാസ്തി കളിക്കാം കേട്ടോ. അയ്യോ, ഇവിടെ ഇങ്ങനെ നിക്കട്ട.
പാപ്പയ്ക്ക് കൂടുതൽ സംശയം തോന്നും. സൈനോ പൊക്കോ, ഞാനിപ്പോ വരാം. ഇവനല്ലേ തിരിച്ചു പോണ്. എടാ ശംസു, ശംസ് അവിടെ നിൽക്കുന്നു. അല്ല നിക്കടവിടെ, അവിടെ നിക്കാൻ. ഇവനാണ് ഞാളെ പറ്റിച്ചു പോവുക. അവിടെ നിക്കാനല്ലേ പറഞ്ഞോട്. അതാ അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയ മോളെ പഞ്ചാര അടിച്ചതിന് എന്റെ ചങ്കിടിച്ച് മാറ്റും. എടാ നിക്കടവിടെ. നീ എത്ര ഓടിയാലും അന്നെ ഞാൻ വിടില്ല. നീ വിചാരിക്കല്ലേ ഒന്നുമില്ല അന്നെക്കാട്ടി എന്തിനും മുമ്പില്ലടാ എനിക്ക്. നീ സൈക്കിൾ പോലല്ല, നീ കാറിലാണെങ്കിലും ശരി അക്ബർ വിടുന്ന പ്രശ്നമില്ല എന്നിട്ടോ. അയ്യോ ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല അക്ബരക്കാ. ഉണ്ടാവണ്ടടാ. എടാ ആളെ ചതിക്കണ്ടടാ കേട്ടോ. രക്ഷിക്കണേ, ഓടിവായോ ഓടിവായോ. അല്ല രക്ഷിക്കാൻ തന്നെ ഞാൻ പറഞ്ഞു. നിക്ക്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് സൈക്കിൾ ഞാൻ വിളിക്കാം. സൈക്കിൾ ഇല്ല രണ്ടേ സൈക്കിൾ എന്നെ ഓടിച്ചേ. ആടാ ഒരു തവണത്തേക്ക് എന്നെ വിട്ടേരാ അക്ബരക്കാ. വിശ്വസിച്ചോ ചതിക്ക നമുക്ക്. അയ്യോ ഓടി വരണേ, രക്ഷിക്കണേ ഡോക്ടർ സാറേ. അക്ബരക്കാ നട്ടുച്ചയ്ക്ക് പട്ടച്ചാര അടിച്ച് വിറ്റായിപ്പോയി. ഒരു മാല ജീവമാണെങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യമായിട്ട് പോകുമ്പോ അന്നെ വിടുന്ന പ്രശ്നമില്ലടാ. ആ ഓടി തന്നെ വരുന്നതാണ് കേട്ടോ. സോറി അക്ബരക്കാ, സോറി പറഞ്ഞാ വിടണം. മനുഷ്യനെ പഞ്ചിക്ക് ഓടി വരണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ആ ഒരു മനുഷ്യനില്ല. അല്ല ഓരോ വില കടിച്ചു വരും മനുഷ്യനെ. ഓറഞ്ച് ഓറഞ്ച് ഓടി വരണേ, ഓടി വരണേ. എന്നെ കൊല്ലാൻ പോലെ. ഓറഞ്ച് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്നു. ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. അല്ല ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അല്ല എന്റെ സൈക്കിളിൽ ബ്രേക്ക് പോയാൽ പഠിച്ചാൽ ബ്രേക്ക് അല്ല സൈക്കിൾ ചക്രം പോയാലോ ശരി. അല്ല ചാടി വന്നിരിക്കാ, ഒന്ന് പിടിച്ചു നിർത്തിക്കോളെ. ഓടി വരണേ, രക്ഷിക്കണേ. ഇന്ന് എന്നെ രക്ഷിച്ച് രണ്ടാലും തന്നെടാ. ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മ ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി. ഇപ്പോഴും പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ രാജാ. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. രാജശേഖരൻ നീ പറ. ഹലോ. ഇത് ജോസഫ്. ഹലോ. രാജു, രവി. തള്ളേ രവി. നീ എന്നെ പറ്റി പറയാറുണ്ടല്ലേ? എന്നെ നിന്നെ പറ്റി പറയാം. കോളേജിൽ പഠിക്കുമ്പോഴുള്ള വിക്രികളെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട്. യവന്മാര് കുറച്ച് കൊനസ്റ്റ് ബിസിനസ്സുമായിട്ട് വന്നതാ. റബ്ബർ പ്രോഡക്ട്സ് അത്ര കൊണഷ്ടൊന്നും അല്ല. ഏതായാലും 3 മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മാവായിട്ടൊന്ന് കുടിക്കളയാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. എടാ മണ്ണുണ്ണി തള്ളയോടാ. അതേടാ തള്ളേ. അല്ലാതെ തന്നെ ഓക്കെ. See you. 1 2 3 മണ്ണുണ്ണി. ദേ, എവിടെയാ? ആഹാ